ഹായ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോണത് ഞങ്ങളുടെ ഹത്ത ട്രിപ്പിനെ പറ്റിയിട്ടാണ്. കറൻ്റ്ലി ഐ എം ലിവിങ് ഇൻ UAE. സോ ഇതിന് ഞങ്ങൾ ഒരു ഫാമിലി ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഹത്തയിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഹത്ത പോയി. ഹത്ത ഒമാൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് ലീം ലേക്കാണ്. ലീം ലേക്ക് കാണുന്ന പോലെ തന്നെ ഒരു ലേക്ക്. അതിൻ്റെ ഇപ്പോൾ ഇവിടെ നമുക്ക് ക്യാമ്പിങ് ചെയ്യാൻ പറ്റും, പക്ഷേ ഓവർനൈറ്റ് ഒന്നുമില്ല. അപ്പോൾ അവിടെ കണ്ടൊരു മരമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഫുള്ള് പൂക്കളായിട്ട്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നമുക്ക് റെസ്റ്റ് ഏരിയ ഒക്കെ ഉണ്ട്, കുറേ വാഷ്റൂം അവൈലബിൾ ആണ്. പിന്നെ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ബാർബിക്യൂ ചെയ്യാനുള്ള സ്പോട്ടൊക്കെ ഉണ്ട്. പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, പ്ലേ ഏരിയ ആയിട്ടുണ്ട്. ആക്ച്വലി ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. പിള്ളേർക്ക് മാത്രമല്ല വലിയവർക്കും കളിക്കാം. ഞങ്ങളൊക്കെ അവിടെ കളിക്കായിരുന്നു. അപ്പോൾ ഫാമിലി ആയിട്ട് പോകാൻ പറ്റിയൊരു പ്ലേസാണ് കേട്ടോ. ആക്ച്വലി നിങ്ങൾക്ക് ഫുഡൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഫുഡൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആദ്യം നമ്മൾ ഡാമിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പ് ഉള്ള സ്ഥലമാണിത്. നിങ്ങൾക്ക് ഓൺ ദ വേ കാണാൻ പറ്റും. അപ്പോൾ വി എൻജോയ്ഡ് എ ലോട്ട്. ഞങ്ങളുടെ ഫാമിലിയോട് ഉണ്ടായിരുന്നതുകൊണ്ട് അവരുടെ കൂടെ ഞങ്ങൾ പോയത്. ഞങ്ങൾ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഹത്ത ഡാമിൻ്റെ അടുത്താണ്. അപ്പോൾ ഹത്ത ഡാം അവിടെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. കയാക്കിങ് ഉണ്ട്, സൈക്ലിംഗ് ഉണ്ട്, പിന്നെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ആക്ച്വലി അവിടെ ചെയ്യാനായിട്ട്. പൈസയും കൊണ്ട് പോയി കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ നോക്കി നിൽക്കാം ഞങ്ങൾ നിന്ന പോലെ. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് ഈ കാണുന്ന വാട്ടർഫോൾ ഉള്ളത്. അതവിടെ നിന്ന് നടന്ന് പോകാൻ പറ്റുന്ന ദൂരത്തുള്ളൂ. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട് ഫ്രീ ഷട്ടിൽ സർവീസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കാർ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് അവരുടെ ബസ്സിലാണ് നമ്മളിങ്ങോട്ട് വരുന്നത്. അപ്പോൾ യു ക്യാൻ കം വിത്ത് യുവർ ഫാമിലി ആൻഡ് എൻജോയ് ഇഫ് യു ഹാവ് മണി. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് പോയത് വാദി ഹബ്ബിലേക്കാണ്. അവിടെ കുറേ ഇതേപോലത്തെ തന്നെ ആക്ടിവിറ്റീസ് ഉണ്ട്. സെയിം പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ആക്ടിവിറ്റീസൊക്കെ ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് ഹാപ്പി ആയിട്ട് വരാം. ഇല്ലെങ്കിൽ കുറഞ്ഞ ബഡ്ജറ്റിൽ ഞങ്ങളിപ്പോൾ ചെയ്ത പോലത്തെ ആക്ടിവിറ്റി ചെയ്തിട്ട് തിരിച്ചു വരാം. ഇത് ആക്ച്വലി നിങ്ങൾ കാണല്ലേ, ഈ ബോളിൻ്റെ അകത്ത് കയറിയിട്ട് ആക്ച്വലി ഇത് ഫുട്ബോൾ കളിയാണ്. ഫുട്ബോൾ കളിക്കണ പോലെയാണ്. പക്ഷേ നമ്മൾ അതൊന്നും ഫോളോ ചെയ്തില്ല. നമ്മൾ കാണുന്നവരെയൊക്കെ ഇങ്ങോട്ട് തള്ളി മറിച്ചിടുക, തള്ളുക, ഉന്തുക, അതൊക്കെയായിരുന്നു നമ്മുടെ പരിപാടി. ഇത് പക്ഷേ കളിക്കണേലും കൂടുതൽ കണ്ടിരിക്കാനായിരുന്നു രസം. ചിരിച്ച് മരിച്ചില്ല എന്നുള്ളൂ. അപ്പോൾ യു എൻജോയ്ഡ് എ ലോട്ട്. ഫാമിലിയൊക്കെ ആയിട്ട് പോകാൻ പറ്റിയ സ്ഥലമാണ്. ആക്ടിവിറ്റീസൊക്കെ കുറേ ഉണ്ട്. പിന്നെ ഒരു 1 ഡേ ട്രിപ്പ്, ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാനുള്ള സാധനങ്ങളൊന്നും ഇല്ല അവിടെ. ജസ്റ്റ് നമുക്കൊരു ഉച്ചയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് രാത്രിയാകുമ്പോൾ വീട്ടിലെത്താൻ പാകത്തിന് അത്രയേ ഉള്ള ഇതുള്ളൂ കാണാനായിട്ട്. പിന്നെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് നേരത്തെ പോകണം നന്നായിരിക്കും. കുറേ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനുണ്ട് ആക്ച്വലി. അങ്ങനെ ഈ വാദി ഹബ്ബിൽ കുറേ ആക്ടിവിറ്റീസ് വേറെ ചെയ്യാനുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ചിലതൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണ്, ചിലതൊക്കെ നമുക്ക് അഫോർഡബിളാണ്. അങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇത്. പിന്നെ വേറെ 2-3 ആക്ടിവിറ്റീസും കൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ടൈമില്ല എന്നതുകൊണ്ട് നമ്മൾ ഇത് മാത്രമേ ചെയ്തുള്ളൂ. ബട്ട് നൈസ് ഒരു പ്ലേസാണ് ഹത്ത. നമുക്ക് 1 ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഒരു ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രി നമുക്കൊരു 8-9 മണിക്കൊക്കെ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റും. അത്രയും പിന്നെ ഞങ്ങൾ ആക്ടിവിറ്റീസൊന്നും ചെയ്യാനുകൊണ്ടാണോ അത്ര ടൈം എടുത്തതെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ആക്ടിവിറ്റീസൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നേരത്തെ ഇറങ്ങാം. പിന്നെ ഫുഡ് സ്പോട്ടൊക്കെ അവിടെ തന്നെ അവൈലബിൾ ആണ്. മലയാളി റെസ്റ്റോറൻറ്റ്സ് അധികം ഇല്ലെങ്കിലും അവിടെ കുറച്ച് 2-3 റെസ്റ്റോറൻറ്റ്സൊക്കെ ഞങ്ങൾ പോണ വഴി കണ്ട്. അവിടെ നിന്ന് ഒരു സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ കഴിച്ചത്. അപ്പോൾ ഡു വിസിറ്റ് ഹത്ത. ഇറ്റ്സ് എ നൈസ് പ്ലേസ് ആക്ച്വലി.